ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 6:30 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്നുള്ള അമരവിള ചെക്ക് പോസ്റ്റിൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് വർക്കല കല്ലമ്പലത്തേക്ക് വന്ന ബസ്സിൽ നിന്ന് 190 ഗ്രാം MDMA പിടികൂടിയത്. സാധാരണഗതിയിൽ 1-2 ഗ്രാമൊക്കെയാണ് ഇതിങ്ങനെ ഇതിൻ്റെ വിൽപ്പനക്കാർ ഈ നൽകുന്നത്. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 1-2 ഗ്രാമൊക്കെയാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 200 ഗ്രാമിനടുത്ത് 190 ഗ്രാം MDMA വലിയ ലഹരിവേട്ടയാണ് എക്സൈസ് സംഘം അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഇതിനകത്ത് കൊല്ലം സ്വദേശിയായിട്ടുള്ള സുഹൈൽ നസീർ എന്ന് പറയുന്ന യുവാവിനെ എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സുഹൈൽ നസീർ ഈ രാസലഹരിയുടെ വലിയൊരു ഇടനിലക്കാരനാണ് എന്നുള്ള കാര്യം കൂടി എക്സൈസ് പറയുന്നുണ്ട്. ഇത് ചെറുകിട വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന രാസലഹരിയാണ് എന്നുകൂടി എക്സൈസ് പറയുന്നുണ്ട്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച ലഹരിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കല്ലമ്പലത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്നാണ് സുഹൈൽ ഖാനെ 190 ഗ്രാം MDMAയുമായിട്ട് എക്സൈസ് സംഘം ഇന്ന് രാവിലെ 6:30 പിടികൂടിയത്. ഇതിവിടേക്ക് കൊണ്ടുവന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നൊരു കാര്യം കൂടി സുഹൈൽ നസീർ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇവിടുത്തെ വാങ്ങാനായിട്ടിരുന്ന ആളുകളൊക്കെ വിവരങ്ങൾ എക്സൈസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ അതിർത്തി പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടികൂടുന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണ് ഇന്നിപ്പോൾ അമരവിളയിൽ നിന്ന് പിടികൂടിയത്.